ഹലോ. അപ്പം നമുക്കൊരു സ്ഥലം വരെ ഒന്ന് പോവാം കേട്ടോ. മൂകാംബികയിൽ പോവാം. അമ്പലത്തിൽ തൊഴാൻ പോണേന്. അപ്പം നമുക്ക് അതിൻ്റെ ഫെയർ ലെവൽ ഇടട്ടെ. ഫെയർ ലെവൽ ക്രീമാണ്, സൺസ്ക്രീനൊക്കെ ഉള്ള ഒരു ക്രീമാണ്. ഇപ്പോൾ എന്ന് വെച്ചാൽ നല്ല സ്കിന്നിന് പ്രൊട്ടക്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ളൊരു ക്രീമാണ്. അപ്പോൾ സാധനം ഇങ്ങനെ പരട്ടി കൊടുക്കാം കേട്ടോ. അത് നല്ലോണം പറ്റിയതിന് ശേഷം നമുക്ക് ഫൗണ്ടേഷൻ ഇടാം. അപ്പം ഞാൻ ഫൗണ്ടേഷൻ ഇടാൻ മുന്നേ ഒരു ക്രീം പോൺസിൻ്റെ ഉണ്ട്. പോൺസിൻ്റെ മറ്റേ മോയ്സ്ചറൈസേഷനാണ് കേട്ടോ. മോയ്സ്ചറൈസേഷൻ്റെ ക്രീമാണ്, പോൺസിൻ്റെയാണ്. അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് തേക്കാം, എന്നാലേ ഒരു ഇതുണ്ടാവുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിൻ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് ഇരിക്കുന്നതുകൊണ്ടൊക്കെ മോയ്സ്ചറൈസേഷനൊക്കെ പരട്ടണത് നല്ലതാണ്. അതുകൊണ്ട് ഇതാണ് കേട്ടോ പരട്ടണത്. പോൺസാണ് പരട്ടണത്. ഇതായിട്ട് നമുക്ക് ഇച്ചിരി ഇട്ടിട്ടുള്ളൂ. ഇത്തിരി നമുക്ക് പൗഡർ ഇടാം കേട്ടോ. തരിക്കോളം പൗഡർ മതി. അതായിട്ട് നമുക്ക് ഇത്തിരി ഇടാം. ഇത് ഫൗണ്ടേഷനാണ്, എൻവൈബേൻ്റെ ഫൗണ്ടേഷനാണ് കേട്ടോ. മറ്റേ ലിക്വിഡ് ടൈപ്പ് ഫൗണ്ടേഷനാണ്. ഞാനിത് കുറച്ച് നാളായി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. സാധാ നമ്മൾ ഉപയോഗിക്കണ സാധാ ഫൗണ്ടേഷൻ പോലെ തന്നെയാണ്. ഞാനിത് വലിയ കാര്യമായിട്ടൊക്കെ വലിയ ഇതുപോലെയൊക്കെ വാങ്ങിയാണ്. പക്ഷേ വലിയ ഇതൊന്നുമില്ല. നമ്മൾ സാധാ ഫൗണ്ടേഷൻ പരട്ടണ പോലെയൊക്കെ തന്നെയാണ് കേട്ടോ. ഇച്ചിരി തിളക്കുന്നുള്ളൂ. എന്നാലും നമ്മൾ സാധാ പരട്ടണ പോലെ തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. ഇതിങ്ങനെ മുഖത്ത് ഇങ്ങനെ കുറേ പറ്റി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ചെളി വരട്ട പോലെ ഇരിക്കും. അത് നല്ലോണം നമ്മൾ തേച്ച് കൊടുക്കണം. നല്ലോണം ഇങ്ങനെ മുഖത്തിന് കൈ കൊണ്ടായാലും, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ മറ്റേ സ്പോഞ്ച് ഉണ്ടെങ്കിൽ സ്പഞ്ച് വെച്ചിട്ട് ഇങ്ങനെ നല്ലോണം ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ തേച്ചൊരച്ച് ഇങ്ങനെ കൊടുക്കണം. അപ്പം ഇങ്ങനെയൊക്കെ അവിടെ ഇരുന്നോളും. ഞാനിപ്പോൾ കൈ കൊണ്ട് തന്നെ എടുത്ത് പരട്ടി എടുക്കുന്നു. ഇത് തേച്ച് കഴിഞ്ഞാൽ എനിക്ക് ഫൗണ്ടേഷൻ തേച്ച് കഴിഞ്ഞാൽ എന്തായാലും എനിക്ക് ഇത്തിരി പൗഡർ തേക്കണമെന്നുള്ളത് ഇത്തിരി ആവശ്യമാണ്. അപ്പോൾ ഞാൻ നേരത്തെ ഇത്തിരി പൗഡർ ഇട്ടുള്ളൂ. തരിക്കോളം പൗഡർ വെറുതെ ഇങ്ങനെ കാണാൻ തരിക്കോളം ഇട്ടുള്ളൂ. പിന്നെ നമുക്ക് ഇത്തിരി കൂടി പൗഡർ ഇട്ടാലേ ശരിയാവുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ചും കൂടി പൗഡർ എടുത്തിട്ടതാണ് കേട്ടോ. പൗഡർ ഇത്തിരി കൂടിയപ്പോൾ ആകെ ഒരു ഇതായിപ്പോയി. അപ്പം ഞാനതങ്ങനെ തുടച്ച് കളഞ്ഞതാണ്. ആകെ പൗഡർ ആകെ കൂടിപ്പോയപ്പോൾ ആകെ വെള്ളം വെച്ചിരുന്നപ്പോൾ ഞാൻ കുറച്ചൊന്ന് തുടച്ച് കളഞ്ഞ്. നമുക്ക് ഇനി വേറെ എന്തെങ്കിലുമൊക്കെ ഇടാം കേട്ടോ. നിങ്ങൾക്ക് ഐലൈനർ അങ്ങനെ എന്തെങ്കിലും ഈ പൊട്ടാണ് ഇടാൻ പോണേ. പൊട്ടൊക്കെ ഇട്ടായിട്ട് നമുക്ക് ഐലൈനർ ഇടാം. പൊട്ടാണ് ഇടുന്നത്. ഇപ്പോൾ ഞാൻ സാധാ ഒരു റെഡ് കളർ പൊട്ടാണ് തൊടുന്നത്. ചാന്തിൻ്റെ ഒരു റെഡ് കളർ പൊട്ടാണ് തൊട്ടേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ അടിയിൽ ഒരു ബ്ലൂ കളർ പൊട്ട് തൊട്ട് കൊടുക്കാം. അത് ഐലൈനറിൻ്റെ ബ്ലൂ ആണ്. ഐലൈനറിൻ്റെ പോലത്തെ ഒരു ബ്ലൂ കളർ സാധനമാണ് അടിയിൽ തൊട്ടേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഐലൈനർ ഇടാം കേട്ടോ. ഐലൈനർ ഇടാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അത് കഴിഞ്ഞിട്ട് ഐലൈനർ ഇട്ടില്ലെങ്കിൽ കുറേ ലിപ്സ്റ്റിക്ക് കണ്ടു കഴിഞ്ഞാൽ വിളവില്ല. അപ്പോൾ ലിപ്സ്റ്റിക്ക് കണ്ടപ്പോൾ ഞാൻ വേഗം ലിപ്സ്റ്റിക്ക് ഇട്ടു. ഇതൊരു വയലറ്റ് കളർ ലിപ്സ്റ്റിക്ക്. വയലറ്റ് എന്ന് പറഞ്ഞല്ലോ, മെറൂൺ കളർ ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഇത് ഇത്തിരി വെൽവെറ്റ് കൂടിയൊരു ലിപ്സ്റ്റിക്കാണ്. ഇതിപ്പോൾ രണ്ടാമത് അതിൻ്റെ മേലെ കൂടി ഇട്ട് കിട്ടുക. ഇത് ലൈറ്റായിട്ടുള്ളൊരു പിങ്ക് പോലത്തെ ഒരു കളറാണ്. റെഡ് എന്നൊക്കെ ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ അത് കാണുമ്പോൾ റെഡ് കളറൊക്കെ ആയിട്ട് തോന്നും. പക്ഷേ ചുണ്ടിൽ ഇത് മാത്രം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പിങ്ക് കളർ പോലെയൊക്കെ തോന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടായിരുന്നു ഒരുമാതിരി കളറായിട്ടുണ്ട്. നമുക്കിനി ലിപ് ഗ്ലോസിന് വേണ്ടി ഒരു ലിപ് ബാം പോലത്തെ ഒരു ഗ്ലോസ്സാണ് ഇട്ടത്. ലിപ് ഗ്ലോസ് ഇട്ട് കൊടുക്കാം. ലിപ് ബാം പോലെയൊക്കെ ഇരിക്കുന്നത് അതാണ് ലിപ് ഗ്ലോസ്സാണ് ഇട്ടത്.
തിന്നാൻ പോകുന്ന ലിപ്സ്റ്റിക്ക്. നല്ല കളർ ലിപ്സ്റ്റിക്ക് ആണ്. പിന്നെ നല്ല സൂപ്പർ കളർ ലിപ്സ്റ്റിക്കാണ്. ഞാൻ റെഡ് വെൽവെറ്റിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണിത്. സൂപ്പർ നല്ല ടോപ്പ് കളറാണ്. നല്ല നന്നായിട്ട് ഇങ്ങനെ നമുക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ എടുത്ത് കാണിക്കുന്ന ഒരു കളറാണ് കേട്ടോ ഈ കളറ്. നല്ല ഭംഗിയാണ്. ഇപ്പം നല്ല ഭംഗിയില്ല, എല്ലാ കളറും കൂടി കൂടിയിട്ട് നല്ലൊരു കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ചെറുതായിട്ട് ഞാൻ ലൈറ്റ് റെഡ് കളർ കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. എല്ലാം കൂടി മിക്സഡ് ആക്കി ചുണ്ടിൽ അങ്ങോട്ട് പരത്തി വെച്ചിട്ടുണ്ട്. എന്താണെന്ന് നമുക്ക് പോയി കാണാട്ടെ. കുറച്ച് കഴിഞ്ഞ് നമുക്ക് നോക്കാം. ലിപ്സ്റ്റിക്കും കൂടി എല്ലാം കൂടി ഒരു കളറായിട്ട് ഇരിക്കുന്നുണ്ടാവും. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഐ ഷാഡോ ഇടട്ടോ. ഞാൻ ബ്രൗൺ കളർ ഐ ഷാഡോ ഇട്ടിരുന്നത്. ബ്രൗൺ കളർ ഐ ഷാഡോ ഇട്ടിട്ട് അതിൻ്റെ മേലിൽ ഒരു റോസ് കളറൊക്കെ പോലത്തെയാണ് ഞാൻ അതിൻ്റെ മേലിൽ ഇടുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഗിൽറ്ററിൻ്റെ ഒരു കളറൊക്കെ പോലത്തെ അതൊക്കെ ഇടുന്നുണ്ട്. ഗിൽറ്റൊക്കെ ഉള്ളത് ഇടുന്നുണ്ട്. റോസ് കളർ അങ്ങനെ ഇങ്ങനെ മിക്സ് ആയിട്ടുള്ളതൊക്കെ എല്ലാം കൂടി ഞാൻ ഇതിൻ്റെ മേലിൽ ഇടുന്നു. കുറേ ഒന്നല്ലെങ്കിൽ 3 ഷെയ്ഡാണ് ഞാൻ കണ്ണിൻ്റെ മേലിൽ ഇടുന്നത്. ബ്രൗണും റോസും ഒക്കെ മിക്സഡായിട്ട് പിന്നെ ഗിൽറ്റൊക്കെ ഉള്ളത് അങ്ങനെ കേട്ടോ. ഐ ഷാഡോ ഇട്ട് കഴിഞ്ഞിട്ടാണ് എപ്പോഴും നമ്മൾ ഐലൈനർ ഇടണം. ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഇവിടെയൊക്കെ പറക്കും. ഇത് വിട്ട് ഞാനിപ്പോൾ ഐലൈനറാണ് ഇടുന്നത്. ഐലൈനർ നമ്മൾ ഭയങ്കരമായിട്ട് കടുപ്പിച്ച് വരക്കാൻ പാടില്ല. ചെറുതായിട്ടൊക്കെ വരച്ചു കൊടുക്കാൻ പാടുള്ളൂ. ഞാനപ്പോൾ ചെറുതായിട്ടൊക്കെ വരച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ആ അറ്റത്തൊക്കെ കൂടിയിട്ട് അവിടെയൊക്കെ നല്ലതായിട്ട് നമ്മൾ ഐലൈനർ ഇങ്ങനെ വരച്ചു കൊടുക്കുന്നപ്പോഴേ ഭംഗി ഉണ്ടാവുള്ളൂ. പിന്നെ അപ്പുറത്തെ കണ്ണിൽ ഇതുപോലെ തന്നെ വരച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾ ഈ കണ്ണിൽ എഴുതിയേക്കണം പോലെ തന്നെ അപ്പുറത്ത് എഴുതിക്കണം. ഇല്ലെങ്കിൽ അവിടെ ഇവിടെ ചെറുതായും കൂടിയും കുറഞ്ഞ പോലെ ഇരിക്കും. അപ്പം നമ്മൾ ഓരോ സൈസിൽ വേണം എഴുതി കൊടുക്കണം. അപ്പോഴേ അതിൻ്റെ ഭംഗി കിട്ടുള്ളൂ. അപ്പം നീട്ടി വലിച്ച് ഇങ്ങനെ എഴുതണം. ഭയങ്കരമായിട്ട് വണ്ണം കൂടാനും പാടില്ലെങ്കിൽ നീട്ടി ഇങ്ങനെ എഴുതണം. അപ്പോൾ എന്നിട്ട് നമ്മൾ ആ കണ്ണിൻ്റെ ഷേപ്പിലേക്ക് അങ്ങോട്ട് വരച്ച് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കണം. ആ കണ്ണിൻ്റെ ഉള്ളിലേക്ക് അവിടെ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് ഇങ്ങനെ വരച്ച് കൊടുക്കണം. അപ്പം എല്ലാം ശരിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ണ് എഴുതുമ്പോൾ എൻ്റെ വായ അങ്ങനെ പോകണമെങ്കിൽ അടച്ചു വെച്ചിരിക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് മസ്കാര ഇട്ട് കൊടുക്കാം. അപ്പോൾ കണ്ണിൻ്റെ മേലിൽ അപ്പോൾ ഐലൈനറൊന്നും അവിടെ ഇട്ടൊന്നും ആവില്ല. അപ്പോൾ എന്ന് വെച്ചാൽ മസ്കാര നമുക്ക് എടുത്തിട്ട് അങ്ങനെ നമുക്ക് മേലിൽ ഇങ്ങനെ വരച്ച് ഇങ്ങനെ ഈ രീതി ഇങ്ങനെ കൊടുക്കാം. ഇങ്ങനെ കാണിക്കട്ടെ മസ്കാര. മസ്കാര ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്കിനി മാലയിടാം. മാലയാണ് കേട്ടോ ഇത്. ഈ മാല ഞാൻ മീഷോന്ന് വാങ്ങിയ മാലയാണ് കേട്ടോ. കുറേ നാളായിട്ട് വാങ്ങിയിട്ട് മീഷോ വാങ്ങിയിട്ട് മാല 200 രൂപ ആയുള്ളൂ കേട്ടോ ഈ മാലക്ക്. മാല ഉണ്ട് ഇപ്പോൾ ഒരു കമ്മലും കൂടി ഇട്ടിട്ടാ. ഈ കമ്മലും മാലയൊക്കെ ഞാൻ ആകെപ്പാടെ 2 പ്രാവശ്യം ഇട്ടിട്ടുള്ളൂ കേട്ടോ. കുറേ നാളായി ഞാൻ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ എടുത്ത് വെച്ചേക്കായിരുന്നു. ഇപ്പോൾ അമ്പലത്തിൽ പോണ കാരണം ഇങ്ങനെ എടുത്തിട്ടതാണ് കേട്ടോ. അടുത്ത് നമുക്ക് കമ്മലെടുത്തിടാം. ഞാൻ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പോസ്റ്റ് കാണിക്കണേ കേട്ടോ. കമ്മലിപ്പോൾ ഞാൻ വെച്ച് നോക്കിയതാണ്. എങ്ങനെ തോന്നുന്നു കമ്മൽ എങ്ങനെ ഉണ്ടെന്ന് വെച്ച് നോക്കിയതാണ് കേട്ടോ. ഇനി കമ്മലെടുത്തിടട്ടെ. ഒരു കമ്മലെടുത്തിടാം. എൻ്റെ അപ്പുറത്തൊരു കമ്മലൊക്കെ പോവാണ്ട് നോക്കാം. അപ്പോൾ കമ്മലിൻ്റെ ചങ്കിരിനൊക്കെ വായിൽ കടിച്ചു പിടിച്ചേക്കണ ചങ്കിരി അങ്ങനെ പോയി കഴിഞ്ഞാൽ പാടാൻ ഞാൻ താഴത്ത് പോയി അവിടെ പോയി പറക്കണം വിചാരിച്ചിട്ട് വായിൽ വെച്ചതാണ് കേട്ടോ ചങ്കിരി. അപ്പോൾ കമ്മലിങ്ങനെ നല്ലോണം ആടി കളിക്കും. നല്ല കമ്മലാണ് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് അമ്പലത്തിൽ പോയിട്ട് വരാം കേട്ടോ. ഞാൻ അമ്പലത്തിൽ പോണ വേറെ ഒന്നുമില്ല. എൻ്റെ കൊച്ചിൻ്റെ
എഴുത്തിനിരുത്തലാണ് അവൾ ഇന്ന് വരെ ഞാൻ എഴുത്തിനിരുത്തിയിട്ടില്ല. അപ്പം ഇന്ന് എഴുത്തിനിരുത്താൻ പോവാണ്. പിന്നെ എൻ്റെ ബർത്ത്ഡേ ആണെന്ന്. അപ്പം എല്ലാം കൂടി ഇന്ന് ഒരുമിച്ച് നമ്മൾ അമ്പലത്തിൽ പോവാണ്. പിന്നെ മൂകാംബികയിലാണ് അമ്പലത്തിൽ പോകുന്നത്. മൂകാംബിക ഇവിടെ പറവൂരുള്ള മൂകാംബികയിലാണ് നമ്മൾ പോകുന്നത്. ഞാൻ എൻ്റെ ഇടയ്ക്ക് മോതിരവും വളയൊക്കെ എടുത്തിട്ടുണ്ട്. ഓരോന്നോരോന്ന് ഇടണുള്ളൂ. ഒരു മോതിരം, ഒരു പച്ചവള. എന്നിട്ട് പിന്നെ എനിക്ക് മുടി ഈരാനായിട്ടുള്ള കഷ്ടപ്പാടാണ്. മുടി ഞാൻ ഇന്ന് സ്ട്രൈറ്റ് ഒന്നും ചെയ്യുന്നില്ല. സ്ട്രൈറ്റ് ഒന്നും ഞാനങ്ങനെ ചെയ്യാറില്ല. ഒരു മെഷീനുണ്ട്, പക്ഷെ അധികം ഭയങ്കരമായിട്ട് സ്ട്രൈറ്റ് ആവുന്ന മെഷീനൊന്നുമില്ല. ചെറുതായിട്ട് സ്ട്രൈറ്റ് ആവുന്ന മെഷീനൊക്കെയാണ് എൻ്റെ കയ്യിൽ. ഞാൻ വല്ല കാലത്ത് സ്ട്രൈറ്റ് ചെയ്യാറുള്ളൂ. അപ്പം അമ്പലത്തിൽ പോണ തിരക്ക് കാരണം ഞാൻ മുടിയൊന്നും സ്ട്രൈറ്റ് ചെയ്യാൻ നിന്നില്ല. മുടി നല്ലോണം ഇതുപോലെ രണ്ട് സൈഡും മുടി എനിക്ക് കുറച്ച് മുടിയുള്ളൂ കേട്ടോ. എൻ്റെ മുടിയൊക്കെ ഞാൻ വെട്ടിക്കളഞ്ഞ കാരണം എനിക്ക് മുടിയില്ല തീരെ. അപ്പോൾ ഉള്ള മുടി വെച്ചിട്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് മുടിയൊക്കെ കെട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വേഗം മുടിയൊക്കെ ഈരി ഞാൻ നേരാക്കിയിട്ടാണ് കേട്ടോ. എന്നുവെച്ചാൽ ഓൺലൈനിൽ നിന്ന് ഒരു ക്ലിപ്പ് വാങ്ങി. എന്ന് വെച്ചാൽ ഒരു 3 മുടിയൊക്കെ ഇങ്ങനെ പിരിച്ച് വെക്കുള്ളൂ ഈ സാധനം. അതാണ് ഞാൻ വെക്കുന്നത്. അതെന്ന് വെച്ചാൽ നമ്മുടെ മുടി എത്രയോ അതിനകത്ത് പെടണം, എന്നാലേ ആ മുടി കറക്റ്റായിട്ട് ഇരിക്കുള്ളൂ. ഞാൻ കുറേ പ്രാവശ്യം എൻ്റെ മുടി ഞാൻ പിരിച്ച് വെച്ചിട്ടും എൻ്റെ മുടി ശരിയാവണുണ്ടായില്ല. കാരണം എന്ന് വെച്ചാൽ മുടി നമ്മൾ ആ ഒരു ക്ലിപ്പിൻ്റെ പാകത്തിന് കുത്തിയില്ലെന്നുണ്ടെങ്കിൽ അത് ശരിയായിട്ട് ഇരിക്കില്ല. അപ്പോൾ അതിങ്ങനെ ഇങ്ങനെ പോരും. അപ്പോൾ നമ്മളത് വീണ്ടും കുത്തിക്കൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ഒരു വോളിയത്തിനനുസരിച്ച് വേണം നമ്മൾ മുടി അതിനകത്ത് ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ മുടി പകുതി ഇങ്ങനെ കുറച്ച് എത്രയോ മുടി വേണം അത്രയും വോളിയത്തിനനുസരിച്ച് ഇങ്ങനെ മുടി നമുക്ക് ഡിവൈഡ് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ വെച്ചിട്ട് ആ മുടി പിരിച്ച് ഇങ്ങനെ നല്ലോണം ഇങ്ങനെ പിരിച്ച് അത്രയോ മുടി അതിനകത്ത് കയറാൻ പറ്റുമോ അത്രയും മുടി നമ്മൾ അതിനകത്ത് പിരിച്ച് ഇങ്ങനെ കൊണ്ടുപോയി ആ ക്ലിപ്പിൽ ഇങ്ങനെ എടുത്ത് വെക്കണം. ഇപ്പോൾ അത് 3 എണ്ണമായിട്ടുള്ളത്. ആ 3 എണ്ണത്തിൽ ഇത് ഇങ്ങനെ തിരികെ വെക്കാം. അപ്പോൾ അടുത്തത് ഞാൻ ഇതുപോലെ വെച്ചിട്ടു. സെക്കൻഡ് ഇതുപോലെ വെച്ചു. അടുത്തത് 3-മത്തേലും ഇതുപോലെ മുടി നമുക്ക് പാർട്ടായിട്ട് പിരിച്ച് കൊണ്ടുപോയി അതിൽ വെക്കാട്ടോ. ക്യാമറ സൈഡിൽ ഇങ്ങനെ അതിങ്ങനെ ക്ലോസപ്പിൽ ഇരിക്കുകയായിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ ക്യാമറ വെച്ചേക്കുന്ന ക്ലോസപ്പിലാണ്. കുറച്ച് അകന്ന് ഞാൻ വെച്ച് അവിടെ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ക്യാമറയിൽ എൻ്റെ വീഡിയോ കിട്ടൂല വിചാരിച്ചിട്ട് ഞാൻ ഇത്രയും ക്ലോസിൽ വെച്ച്. ഇത്രയും ക്ലോസിൽ വെക്കേണ്ട ആവശ്യമുണ്ടായില്ല. ആദ്യം വെച്ച പോലെ വെച്ചാൽ മതി എന്നാണ് തോന്നുന്നത്. ഇനി നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ ക്ലോസപ്പിൽ വെക്കാണ്ടിരിക്കട്ടെ. മുടിയൊക്കെ കാണാൻ വേണ്ടിയിട്ട് എൻ്റെ മുടി കാണില്ല. അതിൻ്റെ ഇടയിൽ ക്യാമറ കാടി നിൽക്കും. എൻ്റെ മുടി ശരിയാവണുണ്ടായില്ല കേട്ടോ. അത് മുടിയും ഈ ക്ലിപ്പും ഒരു ഏരിയയിൽ വരണം. അതെൻ്റെ മുടിയും ക്ലിപ്പും കൂടി ഒരേ സൈഡിൽ 2 ക്ലിപ്പും കൂടി ഒരേ സൈഡിൽ വരണില്ല. അപ്പോൾ എനിക്ക് ദേഷ്യം കയറിയിട്ട് ഞാൻ മാറ്റി ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ വരണം, എന്നാലേ അത് ഭംഗിക്ക് ഇങ്ങനെ ആവുള്ളൂ. എന്നിട്ട് അതിങ്ങനെ നമുക്ക് പിരിച്ച് വെക്കാം. അതിപ്പോൾ ഞാൻ വീണ്ടും ഊരും. 2-3 പ്രാവശ്യം ഞാനിങ്ങനെ അത് പിരിച്ച് വെച്ചിട്ട് ഞാൻ തന്നെ മാറ്റുന്നുണ്ട്. കാരണം ഇത് ശരിയാവണില്ല. എന്തോരം കാണിച്ചാലും അത് ശരിയാവില്ല. അതങ്ങനെ തന്നെ ഇരിക്കുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറേ ഇങ്ങനെ കാണിക്കണം, അപ്പോൾ ശരിയാവും. എന്ന് വെച്ചാൽ നമ്മളത് അതിൻ്റെ വോളിയത്തിന് ഇത് ക്ലിപ്പ് ഇപ്പോൾ ക്ലിപ്പ് ഇരിക്കുന്നതിൻ്റെ അത്ര അനുസരിച്ച് നമ്മൾ മുടി വെക്കണം. ക്ലിപ്പ് ഇരിക്കുന്നതിൻ്റെ അനുസരിച്ച് മുടി വെച്ചില്ല എന്നുണ്ടെങ്കിൽ മുടിയും പോരും ക്ലിപ്പും പോരും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ എഴുതി ഇങ്ങനെ പോന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒന്നുകൂടെ പിരിച്ച് വെച്ച് നോക്കുകയാണ്. ഞാൻ ഒന്നുകൂടെ പിരിച്ച് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പിരിച്ച് വെച്ച് നോക്കുന്നുണ്ട്. പക്ഷേ പിരിച്ച് വെച്ചാലും അതിങ്ങനെ ശരിയായിട്ട് വരുന്നില്ല. അത് കറക്റ്റായിട്ട് അതങ്ങനെ വരുന്നില്ല. അതിപ്പോൾ ഞാനിപ്പോൾ വീണ്ടും അതങ്ങോട്ട് അഴിച്ച് മാറ്റിയിട്ട് അത് വീണ്ടും അത് കുരുക്ക് വീണ മാതിരിയൊക്കെ അതിങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അത് അതിൻ്റെ അകത്തുനിന്ന് കുരുക്കിന്നൊക്കെ എടുത്ത് മാറ്റിയിട്ട് അതൊന്നും ശരിയാകണില്ല. അപ്പോൾ ഞാനതൊക്കെ വീണ്ടും ആ മുടി സൈഡിലിട്ടിട്ട് പിന്നെ വീണ്ടും കുറച്ച് മുടി എടുത്ത് സൈഡിലിട്ടിട്ട് പിന്നെ വീണ്ടും ക്ലിപ്പ് ഇട്ട് നോക്കണം കേട്ടോ.
പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മൂടി പിടിച്ചിട്ട് ഇങ്ങനെ ശരിയാക്കി കൊടുക്കണം. മുടിയുമ്പോൾ തന്നെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് കുറേ നേരമാവും. അതുകൊണ്ട് തന്നെ ഞാനിന്ന് വെളുപ്പിനെ തന്നെയാണ് എണീച്ചത്. വെളുപ്പിന് ഒരു 5 മണിയൊക്കെ 5 മണിയല്ല 4 മണി 4 മണിക്കും 5 മണിക്കൊന്നൊക്കെ എണീച്ചിട്ടുണ്ട്. 4 മണിയൊക്കെ ആയപ്പോൾ എണീച്ചിട്ട് കൊച്ചിനെ കുളിപ്പിച്ച് ഞാനും കുളിച്ച്. അവൾ കുളിച്ച് കഴിഞ്ഞിട്ട് അവൾ ഒരുങ്ങി, അവൾ ഉറങ്ങി കിടക്കണം. അപ്പോൾ അവൾ ഉറങ്ങി കൊടുക്കുമ്പോഴേ എനിക്ക് ഒരുങ്ങാൻ പറ്റുള്ളൂ. ഇപ്പം ആ വെളുപ്പിനെ തന്നെ ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കണം. എനിക്കറിയാം മുടിയുമ്പോഴൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ നേരം കുറവാകുമെന്നുള്ളത്. അതായിരുന്നു ഞാൻ നേരത്തെ തന്നെ എണീച്ചു. അപ്പം നേരത്തെ തന്നെ അമ്പലത്തിൽ പോകുമ്പോൾ നമുക്ക് നേരത്തെയൊക്കെ പോകണമല്ലോ. അപ്പം നേരത്തെ തന്നെ ഞാൻ റെഡിയായി പോകാനായിട്ട് റെഡിയായിട്ടിരിക്കുന്നു. ഇപ്പം ശരിയാവട്ടെ, ഇപ്പം ശരിയാക്കും. കുറച്ച് കഴിയുമ്പോൾ തന്നെ ശരിയാവട്ടെ. എങ്ങനെയെങ്കിലും നമ്മൾ മുടി കെട്ടിയിട്ട് പോവുള്ളൂ. എങ്ങനെയായാലും നമ്മൾ മുടി കെട്ടി ശരിയാക്കണമല്ലോ. ആ 3 നമ്മൾ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. മുടി എങ്ങനെയായാലും നമ്മൾ കറക്റ്റാക്കിയിട്ട് ഇട്ട് വെച്ച് കൊടുത്താൽ മതി. ആ സ്ലൈഡും മുടിയും കൂടി കറക്റ്റായിട്ട് വന്നാൽ മാത്രമേ അതാ കറക്റ്റായിട്ട് അതിലിരിക്കുള്ളൂ. ഞാൻ എന്തോരം കാണിച്ചാലും എൻ്റെ മുടി ഇടയ്ക്കിടയ്ക്ക് വീങ്ങിപ്പോകും. ഒന്നാമത്തെ എൻ്റെ മുടിയിൽ കുറച്ച് വെളിച്ചെണ്ണയുണ്ട്. അപ്പം ആ വെളിച്ചെണ്ണയുടെ ഓയിൽ കാരണം ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ഊർന്ന് മുടിയിൽ നിന്ന് ഇങ്ങനെ വരും. അപ്പം എന്ന് വെച്ചാൽ ഒന്ന് മുടിയൊക്കെ ഒന്ന് പിരിച്ച് ഒന്ന് റെഡിയാക്കി അതിലൊന്ന് വെച്ച് കൊടുക്കണം. ഇപ്പം 2 മുടി വെച്ച് ഇപ്പുറം 3 ആണെങ്കിൽ അപ്പുറം 2 വെച്ചുള്ളൂ. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് ശരിയായിക്കോളാമല്ലോ. എൻ്റെ നോട്ടം കണ്ടിട്ട് എനിക്ക് പേടിയിട്ട് പ്രേതം വന്ന് നോക്കണ പോലെ തോന്നണം. നമുക്കതിന് മുടി ഏതിപ്പോൾ പിരിച്ച് വെച്ച് ശരിയാവാറായിട്ടോ. അപ്പോൾ കഴിഞ്ഞ് എൻ്റെ മുടികെട്ടലൊക്കെ കഴിഞ്ഞിട്ട് ഇനി മുടി ആട്ടി നോക്കിയിട്ട് നമുക്ക് പോവാട്ടോ. സൈഡിൽ ചെറിയ കുഞ്ഞു മുടികളൊക്കെ സൈഡിൽ. അപ്പോൾ ചെറിയൊരു ഭംഗി കിട്ടും. അപ്പോൾ നമുക്കിങ്ങനെ പോവാട്ടാം. ടാറ്റാ ബൈ ബൈ. ഞാൻ പോട്ടെ. ഞങ്ങൾക്കിന്ന് അമ്പലത്തിൽ പോവുകയാണ്. അപ്പം ഞാനും ചേട്ടനും മോളാണ് ഉള്ളത്, വേറെ ആരുമില്ല. അപ്പോൾ ഞങ്ങൾ 3 പേരും പോവുകയാണ്. ഇവിടെ കേട്ടോ മൂകാംബികയിലാണ് പോണത്. മൂകാംബിക പറവൂരുള്ള മൂകാംബികയിലാണ് കേട്ടോ. അപ്പോൾ എത്തിനിരുത്താൻ പോണേന്ന്. പിന്നെ എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം ബായ്. ഇത്രയുള്ളോട്ട് വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എനിക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ കുറവായിരുന്നു. 2 പേരൊക്കെ എന്തോ കൂടുതൽ എക്സ്ട്രാ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടെന്നുള്ളൂ. സബ്സ്ക്രൈബേഴ്സൊക്കെ കുറവാണ് കേട്ടോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാട്ടോ പ്ലീസ്.